തൃശൂർ പൂരവും പ്രദർശനവും സംബന്ധിച്ച ആശങ്കകൾക്ക് വിരാമമായി. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ ധാരണയിലെത്തി. തേക്കിൻകാട് സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതി. മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCV ഏറ്റുവാങ്ങി. സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. തൃശൂരിൽ നിർമ്മാണം പൂർത്തിയായ നിർഭയ ഹോം തുറന്ന് പ്രവർത്തിപ്പിക്കാനാകാത്തത് ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാത്തതിനാൽ. ചാലക്കുടിയിലും കുന്നംകുളത്തും ഉത്സവത്തിനിടെ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കൊമ്പന്മാരെ 1 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ തളച്ചു. ട്രെയിനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയ കർണാടക സ്വദേശിനിക്കും കുഞ്ഞിനും സാംസ്കാരിക നഗരിയുടെ സ്നേഹത്തണൽ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക പരിചരണമേറ്റ് അമ്മയും കുഞ്ഞും. തൃശൂർ പൂരവും പൂരം പ്രദർശനവും സംബന്ധിച്ച ആശങ്കകൾക്ക് വിരാമമായി. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ ധാരണയിലെത്തി. തേക്കിൻകാട് സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതി. വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ, ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ, ദേവസ്വം ഭാരവാഹികൾ, ബോർഡ് ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് പൂരം സംബന്ധിച്ച് ധാരണയുണ്ടാക്കിയത്. പൂരം പ്രദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം സംബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ യോഗത്തിൽ സമവായമുണ്ടാക്കി. ധാരണയനുസരിച്ച് പ്രദർശന ഗ്രൗണ്ടിന് പ്രദർശന കമ്മിറ്റി കൊച്ചിൻ ദേവസ്വം ബോർഡിന് 20 ലക്ഷം രൂപ നൽകും. വാഹന പാർക്കിംഗ് പൂർണ്ണമായും ബോർഡിന്റെ ചുമതലയിലാകും. ദേവസ്വം ബോർഡിന്റെ 6 ക്ഷേത്രങ്ങളടക്കം 8 ഘടകപൂരങ്ങൾക്ക് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ തുടർന്നു വരുന്ന സഹായം മാറ്റമില്ലാതെ തുടരും. തേക്കിൻകാട് സൗന്ദര്യവൽക്കരണത്തിന് 2 കോടി രൂപ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നൽകുമെന്ന് മന്ത്രി VS സുനിൽകുമാർ യോഗത്തിൽ ഉറപ്പു നൽകി. സൗന്ദര്യവൽക്കരണ പദ്ധതികളുമായി ദേവസ്വങ്ങൾ സഹകരിക്കാനും ധാരണയായി. ബോർഡിനു വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർ ഉണ്ണികൃഷ്ണൻ എന്നിവരും പ്രദർശന കമ്മിറ്റിക്ക് വേണ്ടി P രാധാകൃഷ്ണൻ, K സതീഷ് മേനോൻ, G രാജേഷ്, പ്രൊഫസർ M മാധവൻകുട്ടി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പുതുക്കാട് ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 16ാം വാർഷികവും BSNL ഇന്റർനെറ്റ് വിതരണോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാധ്യമ സ്വാധീനം വഴിമാറുമ്പോൾ ജനങ്ങൾക്ക് തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാകുന്നത്. അത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം സാധാരണക്കാരുടെ വക്താക്കളായ പ്രാദേശിക മാധ്യമങ്ങൾ ഏറ്റെടുക്കണം. സമൂഹത്തിന് ഗുണകരമായ പ്രശ്നങ്ങളിൽ മാധ്യമങ്ങൾ ഇടപെടണമെന്നും മന്ത്രി പറഞ്ഞു. നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. BSNL പ്രിൻസിപ്പൽ ജനറൽ മാനേജർ C രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. COA സംസ്ഥാന സെക്രട്ടറി KV രാജൻ ഗ്രീൻ കാർഡ് വിതരണോദ്ഘാടനം നടത്തി. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ഗോപകുമാർ ക്ലസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCVക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോഷി വടക്കൻ ഏറ്റുവാങ്ങി. പ്രാദേശിക മാധ്യമ പ്രവർത്തകരായ സരീഷ് വരന്തരപ്പിള്ളി, AJ ജാക്സൺ, രാജേഷ് കുർമാലി എന്നിവരെ സിഡ്കോ ഡയറക്ടർ TV ജോൺസൺ ആദരിച്ചു. മികച്ച ഇന്റർനെറ്റ് ഓപ്പറേറ്റർമാരെ KCCL MD PP സുരേഷ് കുമാർ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, PR പ്രസാദൻ, EM ഉമ്മർ, പഞ്ചായത്ത് അംഗം VR സുരേഷ്, കേരള വിഷൻ MD PB സുരേഷ്, COA ജില്ലാ സെക്രട്ടറി P ആന്റണി, മേഖലാ സെക്രട്ടറി KI ഷീഹർ, കേരള വിഷൻ ഡയറക്ടർ TP സിജോ, ഇൻഫോനെക്സസ് ചെയർമാൻ ആന്റോ വി മാത്യു, MD K മോഹനൻ, ഡയറക്ടർമാരായ NB ശശികുമാർ, R മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുമ്പോഴും തൃശൂരിൽ നിർമ്മാണം പൂർത്തിയായ നിർഭയ ഹോം ഇനിയും തുറന്ന് പ്രവർത്തിപ്പിക്കാനായിട്ടില്ല. ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാത്തതാണ് നിർഭയ ഹോം ആരംഭിക്കാനുള്ള പ്രതിബന്ധമെന്നതാണ് വിരോധാഭാസം. സ്ത്രീ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് നിർഭയ ഹോമുകൾ സ്ഥാപിക്കുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. ലൈംഗിക അതിക്രമങ്ങൾ നേരിടുകയും സ്വന്തം വീടുകളിൽ സുരക്ഷിതരല്ലാത്തവരുമായ പെൺകുട്ടികൾക്കുള്ള പുനരധിവാസ കേന്ദ്രമായാണ് നിർഭയ ഹോമുകൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ജില്ലയിൽ സുരക്ഷിത കേന്ദ്രങ്ങളില്ല. മുതിർന്ന സ്ത്രീകളെ അധിവസിപ്പിക്കുന്ന മഹിളാ മന്ദിരത്തിലാണ് ശാരീരികവും മാനസികവും ലൈംഗികവുമായ അതിക്രമങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികളെ ഇപ്പോൾ പാർപ്പിക്കുന്നത്. പ്രത്യേക പരിരക്ഷയും പരിഗണനയും അർഹിക്കുന്ന പെൺകുട്ടികളെ അധിവസിപ്പിക്കുന്നതിനായി രാമവർമ്മപുരത്ത് നിർഭയ ഹോം പണി പൂർത്തിയായിട്ട് ഏറെക്കാലമായി. ഒപ്പം പെൺകുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് ഹോമായി ഗേൾസ് ഹോമും നിർമ്മാണം പൂർത്തീകരിച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ ഇവിടേക്കാവശ്യമായ തസ്തിക അനുവദിക്കാൻ
ധനകാര്യ വകുപ്പിന് അപേക്ഷ നൽകിയിട്ട് മാസങ്ങളായെങ്കിലും ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. പുതിയ തസ്തികകൾ അനുവദിക്കില്ലെന്ന് ഇത്തവണ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇതേ ധനകാര്യ വകുപ്പാണ് സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതാണ് വിരോധാഭാസമായി മാറുന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയരായവരെ പാർപ്പിക്കാൻ സർക്കാർ കേന്ദ്രങ്ങളില്ലാത്തതിനാൽ സ്വകാര്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. നേരത്തെ സാമൂഹികനീതി വകുപ്പ് ഡയറക്ടറായിരുന്ന അനുപമ IAS നിർഭയ ഹോമുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനായി നടപടികൾ സ്വീകരിച്ചു വന്നതാണ്. എന്നാൽ അനുപമ IASനെ കളക്ടറാക്കി നിയമിച്ചതോടെ സാമൂഹിക നീതി വകുപ്പിന്റെ ഫയലുകൾ ധനകാര്യ വകുപ്പിൽ വീണ്ടും ചുവപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിൽ ഉത്സവത്തിന്റെ ആറാട്ടിനിടെ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. ആനപ്പുറത്തുനിന്ന് വീണ ശാന്തിക്കാരൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഏതാനും മതിലുകളും ഒരു സ്കൂട്ടറും തകർത്ത ആനയെ 1 മണിക്കൂറിന് ശേഷം തളയ്ക്കുകയായിരുന്നു. മാവേലിക്കര ശ്രീകണ്ഠൻ എന്ന ആനയാണ് വിറളിപൂണ്ട് ഓടിയത്. ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷൻ അടുത്ത് വെച്ചായിരുന്നു സംഭവം. ശാസ്താംകുന്ന് ക്ഷേത്രത്തിലെ ആറാട്ടിനായി ചാലക്കുടി പുഴയിലെ ആറങ്ങാലിക്കടവിലേക്ക് പോയതായിരുന്നു ശ്രീകണ്ഠൻ. സമീപത്തുകൂടി സൈറൻ മുഴക്കി കടന്നുപോയ ആംബുലൻസിന്റെ ശബ്ദം കേട്ട് പേടിച്ച ആന സമീപത്തെ പാടത്തേക്ക് ഇറങ്ങിയോടി. ഇതിനിടയിലാണ് ആനപ്പുറത്തു നിന്നും ശാന്തിക്കാരൻ ബിജീഷ് വീണത്. ഇയാളെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടഞ്ഞോടിയ ആന VR പുരം പറമ്പിക്കാട്ടിൽ വാസുവിന്റെ വീട്ടുമുറ്റത്തെ സ്കൂട്ടർ തട്ടിത്തെറിപ്പിച്ചു. മുറ്റത്തെ മരങ്ങൾ പറിച്ചെറിയുകയും ചെയ്തു. എന്നാൽ വീടിന്റെ പൂമുഖത്ത് കളിച്ചുകൊണ്ടിരുന്ന 2 കുട്ടികളെ ഉപദ്രവിക്കാതെ ആന മറ്റൊരു ഭാഗത്തേക്ക് പോയി. ഇതിനിടെ പിന്നാലെയുണ്ടായിരുന്ന പാപ്പാന്മാർ കൂച്ചുവിലങ്ങിട്ട് ആനയെ തളച്ച് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ചാലക്കുടി പോലീസും വനപാലകരും സ്ഥലത്തെത്തി. താഴെ വീണ ദേവന്റെ തിടമ്പ് ശുദ്ധി വരുത്തിയ ശേഷം പിന്നീട് ആനയില്ലാതെ ആറാട്ടം നടത്തി. കുന്നംകുളം ചൊവ്വന്നൂർ ശ്രീ കല്ലടി വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിനിടെ ഇടഞ്ഞ കൊമ്പനെ 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ തളച്ചു. പൂരമഹോത്സവത്തിൽ അഗതിയൂർ മാഞ്ചേരി ആഘോഷ കമ്മിറ്റിയുടെ തടത്താവിള ശിവൻ എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാണിച്ചതും ക്ഷേത്ര മൈതാനത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചതും. ഞായറാഴ്ച വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പിനായി ആനകൾ നിരക്കുന്നതിനിടെയാണ് ശിവൻ അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ കൊമ്പൻ ക്ഷേത്ര മൈതാനിയിൽ 4 പാടും ഓടി. ഇതിനിടെ മറ്റ് ആനകളെ പാപ്പാന്മാർ മൈതാനത്ത് നിന്നും തന്ത്രപൂർവ്വം കൊണ്ടുപോയതിനാൽ വലിയ ദുരന്തമൊഴിവായി. ആന ഇടഞ്ഞ് തിരിഞ്ഞ് ഓടുന്നത് കണ്ട് ജനം പരിഭ്രാന്തരായി ചിതറിയോടി. ചിതറിയോടിയ ജനത്തെ പോലീസ് നിയന്ത്രിച്ചു. ഉത്സവപ്പറമ്പിൽ തമ്പടിച്ചു നിന്നിരുന്ന എലിഫന്റ് സ്ക്വാഡ് ആനയെ തളയ്ക്കാനുള്ള ശ്രമം തുടർന്നു. പിന്നീട് ഇടഞ്ഞ ആനയുടെ ഇടംകാലിൽ കമ്പം കുരുക്കി സമീപത്തെ ആലിൽ കെട്ടി. കാലിൽ കയർ വീണതോടെ കൊമ്പൻ ശാന്തനായി. ട്രെയിനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയ കർണാടക സ്വദേശിനിക്കും കുഞ്ഞിനും സാംസ്കാരിക നഗരിയുടെ സ്നേഹത്തണൽ. ആരോഗ്യവതികളായി തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക പരിചരണമേറ്റ് അമ്മയും കുഞ്ഞും. 20 വർഷമായി കളമശ്ശേരി മുട്ടത്ത് താമസിക്കുന്ന ലക്ഷ്മി എന്ന ബംഗളൂരു സ്വദേശിനിയാണ് ട്രെയിൻ യാത്രക്കിടെ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. നാട്ടിൽ പോയി തിരികെ മുട്ടത്തേക്കുള്ള മടക്കയാത്രക്കിടെയാണ് പാട്ന എറണാകുളം എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വെച്ച് പ്രസവവേദന അനുഭവപ്പെട്ട ലക്ഷ്മിക്ക് സഹയാത്രികരായ സ്ത്രീകളുടെ സഹായത്തോടെ സുഖപ്രസവം നടന്നത്. പ്രസവശേഷം പൊക്കിൾക്കൊടി വിടാതിരുന്നതിനാൽ യാത്രക്കാർ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു. ഈ സമയം റെയിൽവേയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തുണ്ടായിരുന്ന യാത്രക്കാരിയായ നേഴ്സാണ് പൊക്കിൾക്കൊടി വിച്ഛേദിച്ചത്. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പൂർണ്ണ ഗർഭിണിയായിരുന്ന ലക്ഷ്മി ഒറ്റയ്ക്കാണ് ബംഗളൂരുവിലേക്കും തിരിച്ചും യാത്ര ചെയ്തത്. ഡേറ്റ് ഒന്നും അറിഞ്ഞില്ലായിരുന്നു. ഡേറ്റ് കഴിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ സംഭവം. തൃശ്ശൂർ ചോദിച്ചപ്പോൾ 5:30 പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആ സമയത്തിൽ 4:30 മണി കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോഴാണ് വേദന തുടങ്ങിയത്. അവിടെ ഇന്ത്യക്കാർ 4 പെണ്ണുങ്ങളുണ്ടായിന്. പിന്നെ ബാക്കി ഇന്ത്യക്കാർ ആണുങ്ങളാണ്. അവരൊക്കെ അപ്പുറത്തെ സൈഡിൽ പോയി. പിന്നെ 4 പെണ്ണുങ്ങൾ മാത്രം ചെയ്താറ്. ആശുപത്രിയിൽ കഴിയുന്ന ലക്ഷ്മിയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവതികളാണ്. പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ അമ്മ ജയയും സഹോദരി മഞ്ജുവും ഇപ്പോൾ ആശുപത്രിയിൽ ലക്ഷ്മിക്കൊപ്പമുണ്ട്. 2 മാസം ഗർഭിണിയായിരിക്കെയാണ് ലക്ഷ്മിയുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ ആലുവയിൽ ട്രെയിൻ തട്ടി മരിച്ചത്. ഇതോടെ വഴിയോര തുണിക്കച്ചവടം നടത്തുന്ന ഈ കുടുംബം ഏറെ ബുദ്ധിമുട്ടിലായി. പുറംപോക്കിൽ ടെന്റടിച്ച് കഴിയുന്ന ലക്ഷ്മിക്ക് 2 ആണും 1 പെൺകുട്ടിയുമടക്കം മറ്റ് 3 മക്കൾ കൂടിയുണ്ട്. ജന്മം കൊണ്ട് ബംഗളൂരുകാരിയും കർമ്മം കൊണ്ട് എറണാകുളംകാരിയുമായി മാറിയ ലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് അപ്രതീക്ഷിതമായാണ് തൃശൂരിൽ ജന്മം നൽകിയത്. സാംസ്കാരിക നഗരിയുടെ സ്നേഹലാളനങ്ങൾ ഏറ്റുവാങ്ങിയ കുഞ്ഞും അമ്മയും അടുത്ത ദിവസം തന്നെ മുട്ടത്തേക്ക് യാത്രയാകും. TCV തൃശൂർ. മടങ്ങിവരാം ഇടവേള കഴിഞ്ഞ്.
വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യുഡിഎഫിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ മുൻകൈയെടുക്കുമെന്നും ഇതിനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് മുൻപേ മുന്നണിക്ക് പുറത്തുനിൽക്കുന്ന ഘടകകക്ഷികളെ തിരികെ കൊണ്ടുവരാനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ചെങ്ങന്നൂരിൽ യുഡിഎഫ് ജയിക്കുമെന്നും ഇടതു സർക്കാരിനെതിരെ ജനവികാരം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അതെ, ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാര്യങ്ങൾ യു.ഡി.എഫിൻ്റെ അനുകൂലമായ ഒരു തിരിഞ്ഞു വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ചെങ്ങന്നൂരിൽ യു.ഡി.എഫ് ജയിക്കും, നോക്കിക്കോളും. അവിടെ ത്രികോണ മത്സരമോ എന്തോ ആവട്ടെ, ഇന്നത്തെ നിലയിൽ ഇടത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു വികാരമുണ്ട്. ഒരു ആൻറ്റി ഗവൺമെൻറ് ഫീലിംഗ് ശക്തമായി നിൽക്കുന്നുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റ് ജനദ്രോഹകരമാണ്. ജനസേവനമെന്നത് സർക്കാരുകളുടെ അജണ്ടയിലില്ല. കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ബജറ്റ് അവതരിപ്പിച്ചതല്ലാതെ ഒന്നിനും ഫണ്ട് വകയിരുത്തിയിട്ടില്ല. ഇത്ര നിഷ്ക്രിയമായ സർക്കാരിനെ കണ്ടിട്ടില്ലെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ഉത്രാളിക്കാവ് പൂരത്തിന് മത്സര വെടിക്കെട്ട് ഒഴിവാക്കിയേക്കും. കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ നിയന്ത്രിത വെടിക്കെട്ട് നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധപ്പെട്ടവർ. ജില്ലയിലെ വെടിക്കെട്ട് കരാറുകാർക്ക് കേന്ദ്രത്തിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ചുള്ള വെടിക്കെട്ട് നടത്താനാവില്ല. ഇവർ 15 കിലോ വെടിമരുന്ന് മാത്രം കൈകാര്യം ചെയ്യാൻ ലൈസൻസ് ഉള്ളവരാണ്. നിലവിൽ സംസ്ഥാനത്ത് 2 പേർക്ക് മാത്രമാണ് 2000 കിലോ വെടിമരുന്ന് ഉപയോഗിച്ചുള്ള വെടിക്കെട്ട് നടത്താനുള്ള ലൈസൻസ് ഉള്ളത്. ഇവരുടെ ലൈസൻസുകളിലാണ് മിക്ക ജില്ലകളിലും ഇപ്പോൾ വെടിക്കെട്ട് നടത്തുന്നത്. കാസർഗോഡ് സ്വദേശിയുടെ ലൈസൻസിലാണ് 3 ദേശങ്ങളും ഉത്രാളിക്കാവ് പൂരത്തിന്റെ വെടിക്കെട്ട് നടത്തുന്നത്. എക്സ്പ്ലോസീവ് നിയമങ്ങളനുസരിച്ച് 3 ദേശങ്ങളും സംയുക്തമായി വാങ്ങിയ 38 സെന്റിൽ സംഭരണ വെടിക്കെട്ടുശാലയായ മാഗസിന്റെ നിർമ്മാണം അനുമതി ലഭിക്കുന്നതോടെ ആരംഭിക്കും. 3 ദേശങ്ങൾക്കും ഒരേ ലൈസൻസി ആയതിനാൽ ഒരു ദിവസം ഒരു വെടിക്കെട്ടിന് മാത്രമേ അനുമതി ലഭിക്കൂ. അതിനാൽ മത്സര വെടിക്കെട്ട് ഒഴിവാക്കി പറപ്പുറപ്പാട്, സാമ്പിൾ, പൂരം പുലർച്ചെ വെടിക്കെട്ട് എന്നിങ്ങനെ 3 വെടിക്കെട്ടിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഔദ്യോഗിക നിലപാട്. എന്നാൽ ഇത് സംബന്ധിച്ച ദേശങ്ങളുടെ തീരുമാനം വരും ദിവസങ്ങളിലെ യോഗങ്ങൾക്ക് ശേഷം മാത്രമേ അറിയാനാകൂ. ഡൈന ഒഴിവാക്കി 100 മീറ്റർ പരിധി പാലിച്ചുകൊണ്ടുള്ള നിയന്ത്രിത വെടിക്കെട്ട് മാത്രമേ നടത്താനാകൂവെന്നാണ് നിർദ്ദേശം. ഉന്നതാധികാരികളുടെ നിർദ്ദേശം ഉൾക്കൊണ്ട് വെടിക്കെട്ട് നടത്താനുള്ള നീക്കങ്ങളാണ് 3 ദേശങ്ങളും നടത്തുന്നത്. ഫെബ്രുവരി 27-നാണ് ഉത്രാളിക്കാവ് പൂരം. തൃപ്രയാറിൽ 2 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ വാടാനപ്പള്ളി എക്സൈസ് സംഘം പിടികൂടി. കഴിമ്പ്രം സ്വദേശികളായ പുന്നപ്പുള്ളി ധനീഷ്, പള്ളത്ത് അഖിൽ എന്നിവരെയാണ് എക്സൈസ് സിഐ എസ് കൃഷ്ണകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തൃശൂർ സിറ്റി പോലീസിന്റെ പരിധിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിൽ ഗുണ്ടാ സംഘങ്ങൾ ഉൾപ്പെടെ 48 സാമൂഹിക വിരുദ്ധർ അറസ്റ്റിലായി. സിറ്റി പോലീസ് കമ്മീഷണർ രാഹുൽ ആർ നായരുടെ നേതൃത്വത്തിലാണ് കോമ്പിംഗ് നടത്തിയത്. 27 മൊബൈൽ പെട്രോളിംഗും 7 ഫുഡ് പെട്രോളിംഗും 12 പോസ്റ്റുകളും ഉൾപ്പെടുത്തി പ്രത്യേക സംഘങ്ങളായാണ് പരിശോധന നടത്തിയത്. ഗുണ്ടാ സംഘങ്ങളുടെ ഒളിസങ്കേതങ്ങളിലും വിവിധ ലോഡ്ജുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന നടത്തി. വിവിധയിടങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ തമ്പടിച്ചിരുന്ന 84 പേരെ ചോദ്യം ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ള 21 പേരെ അറസ്റ്റ് ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചവരെയും ശല്യമുണ്ടാക്കിയവരെയും വിവിധ വകുപ്പുകൾ ചേർത്ത് പിടികൂടിയിട്ടുണ്ട്. 530 വാഹനങ്ങൾ പരിശോധിക്കുകയും 450 പേരിൽ നിന്ന് മോട്ടോർ വാഹന നിയമപ്രകാരം പിഴ ഈടാക്കുകയും ചെയ്തു. 1,21,700 രൂപ പിഴയിനത്തിൽ ഈടാക്കി. LDF സർക്കാർ പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ദൂഷ്യഫലമാണ് സംസ്ഥാനം ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് അനൂപ് ജേക്കബ് MLA. കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാർട്ടി ലീഡർ കൂടിയായ അനൂപ് ജേക്കബ്. ക്രമസമാധാന പാലനത്തിലും വിലക്കയറ്റത്തിലും ക്ഷേമ പെൻഷൻ വിതരണമടക്കമുള്ളവയിലെല്ലാം ഒരു ചെറുവിരൽ പോലും അനക്കാത്ത പിണറായി സർക്കാരും ഇന്ധനവില കൂട്ടി ജനത്തിന്റെ തലയിൽ ഇടുത്തി വീഴ്ത്തുന്ന മോദി സർക്കാരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അനൂപ് പറഞ്ഞു. സംസ്ഥാനത്തെ പൊതുവിതരണ മേഖലയെ നോക്കുകുത്തിയാക്കി പൊതുവിതരണം താറുമാറാക്കി. എന്നിട്ട് വിലക്കയറ്റത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും GSTയുടെ തലയിൽ വെച്ച് ഒഴിയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. സാധാരണ ജനവിഭാഗത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സംസ്ഥാന ബജറ്റ് ജനദ്രോഹ ബജറ്റാണ്. ഈ കഴിഞ്ഞ ബഡ്ജറ്റില് വിലക്കയറ്റം നിയന്ത്രിക്കുവാനുള്ള ക്രിയാത്മകമായ ഒരു പ്രഖ്യാപനമോ ഇടപെടലോ ഗവൺമെന്റ് നടത്തിയിട്ടില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന പേരിൽ അധികാരത്തിലെത്തിയ LDFന്റെ ഈ ഭരണകാലത്ത് പെൻഷൻ കിട്ടാതെ 10 തൊഴിലാളികൾ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ള ഭരണത്തിന്റെ പൊള്ളത്തരങ്ങൾ വെളിവാക്കുന്നതിനുള്ള അവസരങ്ങളാക്കി ഈ നിയമസഭാ സമ്മേളനങ്ങളെ പ്രതിപക്ഷം മാറ്റും. തമ്മിൽ ചെളിവാരിയെറിയുന്ന ഭരണപക്ഷ പാർട്ടികളാണ് LDFലേത്.
ഇവിടേക്ക് ചേക്കേറിയവരുടെ അവസ്ഥയും അത്ര ശോഭനമല്ലെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് KM മാണി UDF-നെ ഒഴിവാക്കി LDF-ലേക്ക് പോകില്ലെന്ന വിശ്വാസമുണ്ടെന്നും സൂചിപ്പിച്ചു. പാർട്ടി ജില്ലാ പ്രസിഡന്റ് KR ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ ജോണി സെബാസ്റ്റ്യൻ, എഴുകോൺ സത്യൻ, സോമൻ കൊളപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി പുതിയ ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. TCV തൃശൂർ. നടത്തറ കാച്ചേരിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. നടത്തറ സ്വദേശി അരിമ്പൂർ വീട്ടിൽ 63 വയസ്സുള്ള കൊച്ചപ്പനാണ് മരിച്ചത്. ഒല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് കോളേജ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സർഗപൂർണിമ 2018 എന്ന പേരിൽ നടത്തുന്ന SDE കലോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തൃശൂർ മനോരമ ഓഫീസിന് സമീപമുള്ള ശക്തൻ തമ്പുരാൻ കോളേജിലാണ് സ്റ്റേജിന് മത്സരങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പെൻസിൽ ഡ്രോയിംഗ്, വാട്ടർ കളർ, കാർട്ടൂൺ, സാഹിത്യരചനാ മത്സരങ്ങൾ എന്നിവയാണ് SDE ഫെസ്റ്റിന്റെ ആദ്യ ദിനം അരങ്ങേറുക. ഫെബ്രുവരി 7-ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ കലാമേളയ്ക്ക് ഔപചാരികമായി തിരിതെളിക്കും. 5 ജില്ലകളിൽ നിന്നായി 1000-ഓളം പ്രതിഭകൾ സർഗപൂർണിമയിൽ മാറ്റുരയ്ക്കും. മണ്ണടിഞ്ഞുപോയ കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ മുഴുവൻ പ്രൗഢിയും പൗരാണികതയും കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണമായിരിക്കും കൊടുങ്ങല്ലൂർ തുറമുഖത്തിനായി നടത്തുകയെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് കപ്പലുകൾ മാത്രമല്ല യാത്രാ കപ്പലുകളും കൊടുങ്ങല്ലൂരിന്റെ തീരത്തെത്തും. അഴീക്കോട് പൂച്ചക്കടവിലെ കൊടുങ്ങല്ലൂർ തുറമുഖത്തിനായുള്ള കപ്പൽ ചാലിനായുള്ള 2ാം ഘട്ട ഡ്രഡ്ജിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ET ടൈസൺ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി, KA നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് അഴിമുഖത്ത് ഡ്രഡ്ജിംഗ് ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഫോൺ കാണാതായി. ഡ്രഡ്ജിംഗ് ഉദ്ഘാടനത്തിനായുള്ള ബോട്ട് യാത്ര കഴിഞ്ഞെത്തിയപ്പോഴായിരുന്നു സംഭവം. പരിപാടിക്കിടയിൽ ഫോൺ കയ്യിലില്ലെന്ന് അറിഞ്ഞതോടെ തിരച്ചിൽ ആരംഭിച്ചു. പോലീസും ET ടൈസൺ MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും തിരച്ചിലിൽ പങ്കെടുത്തു. ഇതിനിടെ മന്ത്രിയുടെ മൊബൈൽ ഫോൺ കളഞ്ഞു കിട്ടിയതായുള്ള വിവരം ET ടൈസൺ MLAയ്ക്ക് ലഭിച്ചു. അഴീക്കോട്ടേക്ക് എത്തും മുൻപ് മന്ത്രി പങ്കെടുത്ത എടവലങ്ങ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് സ്കൂൾ ഉദ്ഘാടന വേദിയിൽ നിന്നുമാണ് മറന്നുവച്ച ഫോൺ കിട്ടിയത്. അഴീക്കോട് നിന്ന് മടങ്ങും വഴി മന്ത്രി നന്ദിപൂർവ്വം ഫോൺ കൈപ്പറ്റി. മലപ്പുറം ചങ്ങരംകുളം നരണിപ്പുഴയിൽ തോണി മറിഞ്ഞ് മരിച്ച 6 കുട്ടികളുടെ കുടുംബത്തിന് നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ദോഹയിലെ ബേസാദ് ഗ്രൂപ്പ് ചെയർമാനുമായ അഡ്വക്കേറ്റ് CK മേനോൻ ഓരോ ₹1,00,000 വീതം ധനസഹായം നൽകി. നന്നമുക്കിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർ, കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി. മലപ്പുറം തിരൂർ BP അങ്ങാടി സ്വദേശി അസ്ലാമിനെയാണ് SI UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. വയനാട് വൈത്തിരിയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വീണ്ടും ഒരു ഇടവേള. വാർത്തകൾ തുടരാം. സിനിമാ വ്യവസായം പോലെ എഴുത്തിനെയും വ്യവസായമാക്കി മാറ്റാനുള്ള വ്യാപക ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ദേശീയ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഡോക്ടർ MS ഷബീറിന്റെ ഇരയ്ക്കൊരു മുഴം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. വാക്ക് സമൂഹത്തിന്റെ സ്വത്താണ്. അത് നിശ്ചയമായും സമൂഹത്തിന് ഗുണകരമാകണം. ഓരോ നല്ല കഥകളും ജീവിതത്തിന്റെ ആത്മാർത്ഥമായ അന്വേഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആരാധക ബാഹുല്യമോ ബഹുമതിയോ പണമോ ആവരുത് എഴുത്തിന്റെ ശക്തിയായി കാണേണ്ടത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വാണിജ്യം ലക്ഷ്യം വെച്ചുള്ള സിനിമാ ഇൻഡസ്ട്രിയുടെ തരത്തിലേക്ക് സാഹിത്യ മേഖലയെയും മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് യാതൊരു തരത്തിലും അംഗീകരിക്കാനാവുന്നതോ അനുവദിക്കാവുന്നതോ അല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എഴുത്തിനെ പുതുതലമുറയ്ക്കടക്കം മനസ്സിലാക്കുന്നതിനും ലോക ക്ലാസിക്കൽ സാഹിത്യ സൃഷ്ടികൾ ആസ്വദിക്കുന്നതിനുമായി എല്ലാ പ്രൊഫഷണൽ കലാലയങ്ങളിലും 1-2 മണിക്കൂറുകൾ പാഠ്യേതര വിഷയമായി അനുവദിക്കണമെന്നും വൈശാഖൻ അഭിപ്രായപ്പെട്ടു. ED ഡേവിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപികയും സാഹിത്യകാരിയുമായ NP ധനം വൈശാഖനിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി. മാധ്യമപ്രവർത്തകരായ MV ഫിറോസ്, PP സലീം, കഥാകൃത്ത് AK ശിവദാസൻ, സോബിൻ മഴവീട് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് കാറുകൾ വാടകയ്ക്കെടുത്ത് മറച്ചു വിൽപ്പന നടത്തി 1/2 കോടിയോളം തട്ടിയെടുത്ത മാഫിയ സംഘാംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോതമംഗലം
വാരപ്പെട്ടി വളവിൽ വീട്ടിൽ രാജനെയാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ.ജി. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അകലാട് സ്വദേശി ചക്കാമ്പറമ്പിൽ ഉമ്മറിന്റെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. 3 കാറുകൾ നൽകാമെന്ന് പറഞ്ഞ് 13 ലക്ഷം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. കോതമംഗലത്ത് നിന്ന് കാർ റെന്റിനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയായിരുന്നു. വിദേശത്തായിരുന്ന പ്രതി സൗഹൃദങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. ചാവക്കാട്, അകലാട്, പൊന്നാനി മേഖലകളിൽ ഇയാൾ നേരത്തെയും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വൈദിക സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി പരിത്യാഗത്തിന്റെ സംസ്കാരമാണ് ഉപനിഷത്ത് സംസ്കാരമെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു. സാഹിത്യ അക്കാദമി പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന കബീർ ഭക്തിയും വിഭക്തിയും പൗരോഹിത്യവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ സമ്പത്ത് എന്ന പോലെ അറിവും പുരോഹിതർക്കും സമ്പന്നർക്കും മാത്രമായിരുന്നു. പ്രാദേശിക ഭാഷയുടെ ഉയർത്തെഴുന്നേൽപ്പോടെയാണ് അറിവിന്റെ തലത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. സമ്പത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് യൂറോപ്യൻ സംസ്കാരം ഇവിടെ വന്നത്. മതസംസ്കാരം വളർത്താനായിരുന്നില്ല. ശങ്കരാചാര്യർ ജാതി വ്യവസ്ഥ കൊണ്ടുവന്ന ആളല്ലെന്നും ചുള്ളിക്കാട് പറഞ്ഞു. സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം ഇ.പി. രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. വി.എൻ. അശോകൻ, പി. ബാലചന്ദ്രൻ, അനിൽ മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സഹോദരിയെ കളിയാക്കിയത് ചോദ്യം ചെയ്ത് യുവാവിനെ ഓട്ടോ ഡ്രൈവർ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുരുമ്പിശ്ശേരി പുതുക്കാട്ടിൽ സുജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പടിയൂർ പത്താഴക്കാട്ടിൽ മിഥുന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇരിങ്ങാലക്കുട സിഐ സുരേഷ് കുമാർ, എസ്ഐ സുശാന്ത് എന്നിവർ ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മിഥുനെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കുമെന്ന് സിഐ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മിഥുനെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മിഥുൻ. ഇന്തോ നേപ്പാൾ ബ്രേവേ സൈക്ലിംഗ് വിജയകരമായി പൂർത്തീകരിച്ച ലിജോ ജോയ്ക്ക് തൃശൂർ ഓൺ എ സൈക്കിൾ ക്ലബ് സ്വീകരണം നൽകി. സൈക്കിൾ ക്ലബ് അംഗമായ ലിജോ 116 മണിക്കൂർ സമയപരിധിയുള്ള രാജ്യാന്തര ബ്രേവേ സൈക്ലിംഗ് വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. തൃശൂർ ഓൺ എ സൈക്കിൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തെക്കേ ഗോപുരനടയിൽ നിന്ന് സൈക്കിൾ റാലിയൊരുക്കിയാണ് ലിജോ ജോയ്ക്ക് സ്വീകരണം നൽകിയത്. 2 ആഴ്ച മുൻപ് കോയമ്പത്തൂരിൽ 1000 കിലോമീറ്റർ ബ്രേവേ പൂർത്തീകരിച്ച ശേഷമാണ് ലിജോ പുതിയ നേട്ടത്തിലേക്ക് ചുവടുവച്ചത്. പഴയോട്ടുമുറിയിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട് യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പഴയോട്ടുമുറി കുന്നത്ത് വീട്ടിൽ രതുൽ രാജനെയാണ് എരുമപ്പെട്ടി എസ്ഐ സബീഷ് കുമാർ അറസ്റ്റ് ചെയ്തത്. എരുമപ്പെട്ടി താഴ്ത്തുപുരയ്ക്കൽ സുബ്രഹ്മണ്യനാണ് മർദ്ദനമേറ്റത്. പാറക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നതിനിടയിലായിരുന്നു ഇരുവിഭാഗം കമ്മിറ്റിക്കാർ തമ്മിലുണ്ടായ സംഘർഷത്തിനിടയിൽ ഉത്സവം കാണാനെത്തിയ സുബ്രഹ്മണ്യനെ രതുൽ രാജും സംഘവും അകാരണമായി ആക്രമിച്ചത്. മർദ്ദനത്തിൽ സുബ്രഹ്മണ്യന് തലയ്ക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വധശ്രമത്തിന് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് ചേർത്താണ് രതുൽ രാജനെ പോലീസ് കേസെടുത്തത്. കിഫ്ബി മയം കിഫ്ബി ശരണം എന്ന അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരെന്നും ബജറ്റിൽ ഒന്നിനു പോലും ഫണ്ട് വകയിരുത്തിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എം.പി. പറഞ്ഞു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാലഘട്ടമായതിനാൽ അധ്യാപകർ ഇതിനെതിരെ രംഗത്ത് വരണം. വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം ഉണ്ടാക്കിയതായി അവകാശപ്പെടാൻ ഇടതുപക്ഷ സർക്കാരിന് യാതൊരു അർഹതയില്ലെന്നും മിഷണറിമാരും മറ്റുമാണ് വിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിച്ചതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് സി.പി. ചെറിയ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാഷ്ട്രീയ നിറം നൽകുന്നത് ശരിയല്ലെന്നും അക്കാദമിക് കാഴ്ചപ്പാടോടെ സമീപിക്കുകയാണ് വേണ്ടതെന്നും ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി. പറഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാമെന്നതാണ് കേരള സർക്കാരുകളുടെ ശ്രമമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ കൂട്ടിച്ചേർത്തു. ഗുരുചൈതന്യം സമ്മേളന പതിപ്പ് പ്രകാശനം മുൻ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ നിർവഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി എ.കെ. സൈനുദ്ദീൻ, സംഘാടക സമിതി ചെയർമാൻ സി.എച്ച്. റഷീദ്, ഹമീദ് കൊമ്പത്ത്, എ.കെ. സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. ഉല്ലൂർ പെരുവാങ്കുളങ്ങരയിൽ വീടുകളിലെ ജനലുകളിൽ കറുത്ത സ്റ്റിക്കർ പതിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടേക്കാട്ട് പറമ്പിൽ രഞ്ജിത് കുമാറിന്റെ ഇരുനില വീടിന്റെ ജനലുകളിലാണ് വ്യാപകമായി സ്റ്റിക്കർ പതിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുരിയച്ചിറയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കാൽനട യാത്രക്കാരൻ മരിച്ചു. കുരിയച്ചിറ സ്വദേശി തൈക്കാട്ടിൽ 63 വയസ്സുള്ള സോളമനാണ് മരിച്ചത്. 2 ദിവസം മുൻപായിരുന്നു അപകടം. കവർച്ചകൾ തടയുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പോലീസിന്റെ നിർദ്ദേശം. ധനകാര്യ സ്ഥാപനങ്ങളുടെയും ജ്വല്ലറികളുടെയും നടത്തിപ്പുകാരുടെ യോഗത്തിലാണ് പോലീസ് സുരക്ഷാ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്.
അന്യസംസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ള മോഷ്ടാക്കളിൽ നിന്നും രക്ഷ തേടുന്നതിന്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ PC ബിജുകുമാർ വിളിച്ചുചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്തത്. സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കുക, CCTV ക്യാമറ, സുരക്ഷാ അലാറാം എന്നിവ സ്ഥാപിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വെച്ചു. ചാലക്കുടിയിൽ ജ്വല്ലറിയിൽ നിന്നും 15 കിലോഗ്രാം സ്വർണം കവർന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേർന്നത്. ധനകാര്യ സ്ഥാപനങ്ങളുടെ പരിസരത്ത് വെളിച്ചം ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗസൽ സന്ധ്യയും പഴയ ഹിറ്റ് മെലഡി ഗാനങ്ങളുടെ അവതരണവും ശ്രദ്ധേയമായി. പിന്നണി ഗായിക സിത്താര കൃഷ്ണകുമാർ നയിച്ച സംഗീത പരിപാടിക്ക് നേതൃത്വം നൽകി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻസ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ റാഫേൽ മുത്തുപിടിക മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ റോയ് ജോസഫ് വടക്കൻ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തി നിർഭരമായി. സമസ്ത നായർ സമാജത്തിന്റെ ഉത്തരമേഖലാ ശില്പശാലയും അംഗത്വ വിതരണവും തൃശൂരിൽ നടന്നു. ചെമ്പുക്കാവ് എഞ്ചിനീയേഴ്സ് ഹാളിൽ നടന്ന ശില്പശാല SNS ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. SNS പ്രസിഡന്റ് ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാലകൃഷ്ണൻ മേനോൻ മുഖ്യാതിഥിയായിരുന്നു. പ്രഭാകരൻ നായർ, P പത്മിനി, അഡ്വക്കേറ്റ് KN സോമകുമാർ, ദയാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പഠന ക്ലാസും അംഗത്വ വിതരണവും നടന്നു. ഓൾ കേരള വെറ്ററൻസ് ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് PDA എക്സിക്യൂട്ടീവ് മെമ്പർ PA ഹസൻ ഉദ്ഘാടനം ചെയ്തു. A സതീഷ്, വർഗീസ് ആളൂർ, വിനോദ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ടേബിൾ ടെന്നീസ് അസോസിയേഷനും തൃശൂർ ജില്ലാ വെറ്ററൻസ് പ്ലേയേഴ്സും സംയുക്തമായാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരവും പ്രദർശനവും സംബന്ധിച്ച ആശങ്കകൾക്ക് വിരാമമായി. പൂരം നടത്തിപ്പ് സംബന്ധിച്ച് ദേവസ്വങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡും തമ്മിൽ ധാരണയിലെത്തി. തേക്കിൻകാട് സൗന്ദര്യവൽക്കരണത്തിനും പദ്ധതി. മാധ്യമ സ്വാധീനം മൂലധന ശക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിലെ അപകടത്തെക്കുറിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ്. മികച്ച ജില്ലാ ചാനലിനുള്ള അവാർഡ് TCV ഏറ്റുവാങ്ങി. സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ ഹോമുകൾ സ്ഥാപിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. തൃശൂരിൽ നിർമ്മാണം പൂർത്തിയായ നിർഭയ ഹോം തുറന്ന് പ്രവർത്തിപ്പിക്കാനാകാത്തത് ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാത്തതിനാൽ. ചാലക്കുടിയിലും കുന്നംകുളത്തും ഉത്സവത്തിനിടെ ആന ഇടഞ്ഞോടിയത് പരിഭ്രാന്തി പരത്തി. കൊമ്പന്മാരെ 1 മണിക്കൂർ നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ തളച്ചു. ട്രെയിനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയ കർണാടക സ്വദേശിനിക്കും കുഞ്ഞിനും സാംസ്കാരിക നഗരിയുടെ സ്നേഹത്തണൽ. തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ പ്രത്യേക പരിചരണമേറ്റ് അമ്മയും കുഞ്ഞും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.